നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 63ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഒരു PSU കമ്പനി, അതായത് എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു PSU കമ്പനിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നടത്തി നല്ല വാല്യുവേഷൻ കണ്ടെത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ടൈമിലേക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പനീസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് SGVN ലിമിറ്റഡ്. നമുക്കിവിടെ കാണാൻ സാധിക്കും SGVN ലിമിറ്റഡ്. നമ്മൾ കമ്പനീനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സത്ലജ് ജൽ വിദ്യുത് നിഗം. ഇതാണ് കമ്പനിയുടെ ഫുൾ ഫോം SGVNൻ്റെ. അതുപോലെ തന്നെ PSU കമ്പനിയാണ്, ഇന്ത്യൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഈ മേഖലയിലാണ് ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് 1988 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെൻറ് ഓഫ് ഹിമാചൽ പ്രദേശ് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 29 രൂപ 40 ഹെഡ് ക്വാർട്ടർ ഇന്ത്യയിലാണ്. ഗവൺമെൻറ് ഓഫ് ഹിമാചൽ പ്രദേശിൻ്റെ ഓണർഷിപ്പിലുള്ള കമ്പനിയാണ്. നമുക്കിനി ഇവർ ഏതൊക്കെ ബിസിനസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും ഹൈഡ്രോ പവർ ആണ് ഇതിൻ്റെ മെയിൻ ബിസിനസ് ഏരിയ, ഹൈഡ്രോ പവർ. അതിനുശേഷം തെർമൽ പ്ലാന്റ്സ്, തെർമൽ പവർ ജനറേഷനും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും വിൻഡ് പവർ, സോളാർ പവർ, അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ, കൺസൾട്ടൻസി, പവർ ട്രേഡിംഗ്. അപ്പം ഇത്രയും ഫീൽഡിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജലത്തിൽ നിന്ന് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കി വിൻഡിൽ നിന്നും അതുപോലെ തന്നെ തെർമൽ പവറും എല്ലാം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി ട്രാൻസ്മിഷൻ ഫീൽഡിലും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പല ഫീൽഡിൽ ഇവർ എല്ലാത്തരം എനർജി പ്രൊഡക്ഷൻ മെത്തേഡ്സും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനിയുടെ പ്രോഫിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും എല്ലാ വർഷവും ഇൻക്രീസ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ കമ്പനിയെക്കുറിച്ച് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും കമ്പനി സ്മോൾ ക്യാപ്പാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ കാണാൻ സാധിക്കും 11,000 കോടി സംതിങ് രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി സ്മോൾ ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു മൾട്ടിബാഗർ റിട്ടേൺസ് ഈ ഒരു കമ്പനി തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കമ്പനി യൂട്ടിലിറ്റി സെക്ടറിലാണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇനി നമുക്ക് 1 മന്ത് റിട്ടേൺ 9.16%, 1 ഇയർ റിട്ടേൺ 20.16%. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് 1 മന്തിലും 1 ഇയറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 52 വീക്ക് ലോ 24.50 ആൻഡ് 52 വീക്ക് ഹൈ 33.75 നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കറൻറ്റ്ലി ഇനി നമ്മൾ PE റേഷ്യോ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സെക്ടറിൻ്റെ PE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്ടറിൻ്റെ PE 29.50 ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ PE എന്ന് പറഞ്ഞാൽ 7.26. അപ്പോൾ നല്ലൊരു PE വാല്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ. അപ്പോൾ നമുക്ക് അണ്ടർ വാല്യൂയിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നല്ലൊരു വാല്യുവേഷൻ തന്നെയാണ് കമ്പനി ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി നമ്മൾ സെക്ടറിൻ്റെ PBയും ഈ ഒരു കമ്പനിയുടെ PB ആയിട്ട് നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ PB എന്ന് പറയുന്നത് 3.27 ആണ് സെക്ടർ PB. കമ്പനിയുടെ PB എന്ന് പറയുന്നത് 0.93 ആണ്. അപ്പോൾ നല്ലൊരു PB വാല്യൂ തന്നെയാണ് നമുക്ക് കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ സെക്ടറിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 1.33% ആണ് സെക്ടർ തരുന്ന ഡിവിഡൻഡ് ഈൽഡ്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7.24% ആണ് നമുക്ക് ഈ ഒരു കമ്പനി ഡിവിഡൻഡ് ഈൽഡ് തരുന്നത്. അപ്പം നമ്മൾ ഒരു ബാങ്കിൽ കൊണ്ടുപോയി FD ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മാക്സിമം നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 to 6% സംതിങ് ഒക്കെയാണ്. അപ്പം ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ഡിവിഡൻഡ് ഈൽഡ് തന്നെ 7.24% ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ഡിവിഡൻഡ് ഈൽഡ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറേ പോസിറ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻട്രൻസിക് വാല്യൂ, നല്ലൊരു ഇൻട്രൻസിക് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ വാസ് FD റേറ്റ്, അപ്പോൾ നല്ലൊരു റിട്ടേൺ തരുന്നുണ്ട്. ഡിവിഡൻഡ് റിട്ടേൺ നല്ലൊരു ഡിവിഡൻഡ് റിട്ടേൺ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനുള്ള ഒരു നല്ലൊരു
ഒരു ടൈമാണ്. അതുപോലെ തന്നെ ASM GSM ലിസ്റ്റിൽ പെടാത്ത ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് സൈൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് ഏത് ലെവൽ തന്നെ എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു വർഷത്തിനുള്ളിൽ. ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 29 രൂപ 35 പൈസയ്ക്കാണ് കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത വർഷം ലാസ്റ്റ് വരെ നമുക്ക് ഫോർകാസ്റ്റ് ടിക്കർ ടൈപ്പ് അനാലിസിസ് ഫോർകാസ്റ്റ് നമ്മളെ സൂചിപ്പിക്കുന്നത് 38 രൂപ 48 പൈസ വരെ നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം ഏകദേശം 31% സംതിങ് നമുക്കൊരു ഹൈ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 35 രൂപ 36 പൈസയാണ്. അപ്പം അതും 20% എബോയാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന പ്രൈസിൽ നിന്ന്. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് 30 രൂപ 37 പൈസ, അതും നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസിനേക്കാളും 3% മുകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ റവന്യൂ നോക്കാം. റവന്യൂ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഹൈ 26% മുകളിലും, മീഡിയൻ +22% മുകളിലും, ലോ -3%മാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹയർ റവന്യൂ ഗ്രോത്ത് തന്നെയാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷത്തേക്ക്. അപ്പം ഇനി നമുക്കിതിൻ്റെ ഏണിങ്സ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏണിങ്സ് ഗ്രോത്ത് നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഏണിങ്സ് ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലോ -34%, അതുപോലെ തന്നെ മീഡിയൻ -21 ആൻഡ് ഹൈ എന്ന് പറയുന്നത് -7%. അപ്പം ഏണിങ്സിൽ ഒരു ചെറിയൊരു കുറവ് തന്നെയാണ് ഈ കമ്പനി കാണിക്കുന്നത്. അപ്പം എല്ലാ കമ്പനികളിലും കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സ് ഉറപ്പായിട്ട് ചില കമ്പനികളിൽ മാത്രമാണ് മാക്സിമം എല്ലാ പോസിറ്റീവ് സൈൻസും കിട്ടുള്ളൂ. ചില പോരായ്മകൾ തീർച്ചയായിട്ടും ചില കമ്പനികളിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി മാക്സിമം പാരാമീറ്റേഴ്സ് നല്ല കമ്പനീസ് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പോട്ടുള്ള ക്വാർട്ടർ റിസൾട്ട്സ് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കമ്പനി പ്രോഫിറ്റിലേക്കാണ് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും റവന്യൂ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു. റവന്യൂ ഗ്രോത്ത് 2018 നിന്ന് 2021 അതിമനോഹരമായിട്ട് റവന്യൂ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രോഫിറ്റും കാണാൻ സാധിക്കും. പ്രോഫിറ്റ് നമുക്ക് ഇത് കണ്ടോ ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്പനി ഈ ഒരു റവന്യൂവിലും പ്രോഫിറ്റിലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 86% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. അത് തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് കമ്പനിയുടെ നല്ലൊരു സ്ട്രോങ് പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ഏകദേശം 60-70% പ്രൊമോട്ടർ ഹോൾഡിങ് അതിശക്തമായൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുമുണ്ട് 3.6%. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുമുണ്ട് ഏകദേശം 1%. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട് 2.5%. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുണ്ട് 6.09%. ഇപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മളിതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1 മന്തിലെ റിട്ടേൺ 6 മന്തിലെ റിട്ടേൺ 1 ഇയറിൽ നമുക്ക് 20% തന്നിട്ടുണ്ട്, 3 ഇയറിൽ 18%, 5 ഇയറിൽ -5%. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റിട്ടേൺ ഈ ഒരു 1 ഇയർ റീജിയനിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തരുന്നുണ്ട്. 1 ഇയർ 6 മന്ത് 1 മന്ത്. പക്ഷേ നമുക്ക് പാസ്റ്റ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ വലിയൊരു റിട്ടേൺ തന്നിട്ടില്ല കമ്പനി. അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതൊരു നല്ല റിട്ടേൺ തരും. ഇനി നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് 3 ഇയർ റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.01% ആണ്. അപ്പം 15% എബോ ROE നല്ലൊരു ROE ആണ്. പക്ഷേ ഇത് മോശമില്ലാത്തൊരു ROE തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ROCE 15.93%. അപ്പം ഈ ROCE നല്ലൊരു ROCE തന്നെയാണ് കാണിക്കുന്നത്. 15% എബോയാണ്. അപ്പോൾ നല്ലൊരു ROCE തന്നെയാണ്. ഇനി നമുക്കിനി ഡെപ്റ്റ് ടു ഇക്വിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ട് കുറഞ്ഞ് 0.17 നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡെപ്റ്റ് ടു ഇക്വിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇത് 1 ബിലോ നല്ലൊരു ഡെപ്റ്റ് ടു ഇക്വിറ്റിയാണ്. അപ്പം നമുക്ക് 0 ആണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ കറൻറ്റ് റേഷ്യോ നമുക്കിവിടെ കാണാൻ സാധിക്കും 2.01. അപ്പം 1 എബോവ് കറൻറ്റ് റേഷ്യോയും നല്ലൊരു കറൻറ്റ് റേഷ്യോ തന്നെയാണ്. അപ്പം ഇത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതേ മേഖലയിൽ തന്നെ പവർ ജനറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചും കൂടെ
മാർക്കറ്റ് ക്യാപിറ്റൽ കൂടുതലുള്ള സ്ട്രോങ് കമ്പനീസാണ് അദാനി ഗ്രീൻ ലിമിറ്റഡ്, പവർ ഗ്രിഡ്, NTPC, ടാറ്റ പവർ കമ്പനി, അതുപോലെ തന്നെ JSW എനർജി, അദാനി പവർ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു കമ്പനീസും ഇതേ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടെ മാർക്കറ്റ് ക്യാപിറ്റലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ചെറിയൊരു വിലയ്ക്ക് തന്നെയാണ് കിട്ടുന്നത്. നല്ല വാല്യുവേഷനാണ് കിട്ടുന്നത്, നല്ല PE ആണ്, നല്ല ഡിവിഡൻഡ് ഈൽഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് പ്രൈസിൽ ഫോർകാസ്റ്റ് നമുക്ക് മേളിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഈ സ്റ്റോക്കിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ അനാലിസും കൂടെ നടത്തിയതിന് ശേഷം നിങ്ങളുടെ ക്യാപിറ്റൽ ഏത് രീതിയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റിലുണ്ടാകുന്ന കറക്ഷനിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നല്ല വാല്യൂ ഉള്ള കമ്പനീസ് കണ്ടെത്തി അതിൻ്റെ അകത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ കാണാൻ സാധിക്കും 2020 നിന്ന് കമ്പനി നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നു. കമ്പനി ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പലതവണ അതിമനോഹരമായിട്ട് ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 29 രൂപ 40 പൈസയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു എൻട്രി ഈ ഒരു സപ്പോർട്ട് റീജിയനിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള കറൻറ്റ് പ്രൈസിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം ലോങ് ടൈമിലേക്ക്. അതല്ല നിങ്ങൾക്ക് 28 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു പ്രൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ കുറച്ച് കമ്പനി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 28 രൂപ നല്ലൊരു സ്റ്റോക്ക് നല്ലൊരു പ്രൈസിൽ തന്നെയാണ് 28 രൂപയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കമ്പനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ വോളിയം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ, നല്ലൊരു ബൈയിങ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനിയിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു പോസിറ്റീവ് റിട്ടേൺ ഡിവിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിലോ നമുക്ക് ലഭിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് കമ്പനീൻ്റെ കൂടുതലായിട്ട് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം എല്ലാ ക്വാർട്ടറിലും റിസൾട്ട് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോർട്ട്ഫോളിയോയിൽ ചെറിയ വേരിയേഷൻ വരുത്തി നമുക്ക് മുമ്പോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു നല്ല മൾട്ടിബാഗർ റിട്ടേൺ തരാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നല്ല ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി അതുപോലെ തന്നെ സിമെൻറ്റ് കമ്പനി ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതും ഈ പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.